വെൽക്കം ടു സിനിമോസഫി. ചാത്തന്മാർ വരുമെന്ന് പറഞ്ഞാണ് ലോക ഒന്നാം ചാപ്റ്റർ അവസാനിക്കുന്നത്. ടൊവിനോയുടെ മൈക്കിളിനെ കൂടാതെ 389 ചാത്തന്മാർ വേറെയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും അതിലൊരു ചാത്തൻ തന്നെയാകും വില്ലൻ എന്നൊരു സൂചന ആദ്യ ചാപ്റ്റർ നൽകിയിരുന്നില്ല. എന്നാൽ ഇന്നലെ വന്ന സെക്കൻഡ് പാർട്ട് അനൗൺസ്മെന്റിൽ മൈക്കിളിന്റെ ചേട്ടനായ ചാത്തനാണ് വില്ലൻ എന്ന് പറയുന്നുണ്ട്. മൂത്തോനെയും മൈക്കിളിനെയും തിരഞ്ഞാണ് അവൻ വരിക എന്നും മൈക്കിൾ പറയുന്നുണ്ട്. മൈക്കിൾ ഭയപ്പെടുന്ന ആ മൂത്ത ചേട്ടനായ ചാത്തൻ ആരാണ്? എന്തിനാണ് മൈക്കിൾ അവനെ ഇത്രയധികം ഭയപ്പെടുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ചാത്തനെ കുറിച്ചാണ്. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ടൈറ്റിൽ കാർഡിൽ ശ്രദ്ധിച്ച 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, തല കീഴായി നിൽക്കുന്ന നഗരത്തിന്റെ ചിത്രത്തിലാണ് ലോക ചാപ്റ്റർ 2 എന്ന് എഴുതി കാണിക്കുന്നത്. ഒന്നാം ചാപ്റ്ററിന്റെ ടൈറ്റിൽ നേരെ നിൽക്കുന്ന ചിത്രത്തിലാണ് എഴുതി കാണിച്ചിരുന്നത്. മാത്രമല്ല തല കീഴായി വരുന്നവനായിട്ടാണ് മൂത്ത ചാത്തനെ ആനിമേഷനിൽ കാണിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ആ ചാത്തനായിരിക്കും രണ്ടാം ഭാഗത്തിൽ നിറഞ്ഞു നിൽക്കുക. പാതാളത്തിൽ നിന്നോ അല്ലെങ്കിൽ മൈക്കിളിന്റെ ലോകത്തിന് വിപരീതമായ ലോകത്തു നിന്നോ വരുന്നവനാകും മൂത്ത ചാത്തൻ. തല കീഴായി നിൽക്കുന്ന നഗരം ഇന്ത്യൻ മിത്തോളജിയിൽ അധോ ലോകത്തെ അഥവാ പാതാളത്തെ സൂചിപ്പിക്കുന്നതാണ്. മറ്റൊരു കാര്യം, ആദ്യ ചാപ്റ്ററിന്റെ ടൈറ്റിലിൽ ചന്ദ്രയുടെ ആയുധമായ കത്തിയാണ് നൽകിയിരുന്നതെങ്കിൽ രണ്ടാം ഭാഗത്തിന്റെ ടൈറ്റിലിൽ നൽകിയിരിക്കുന്നത് മൈക്കിളിന്റെ ആയുധമായ കാടാണ്. ശരി, നമുക്ക് തല കീഴായി വരുന്ന ചാത്തനെ കുറിച്ച് പറയാം. ചാത്തന്മാരുടെ ഉത്ഭവത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അറിയാത്തവർക്ക് വേണ്ടി ചുരുക്കി പറയാം. അറിയുന്നവർക്ക് ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് അടുത്ത ചാപ്റ്ററിലേക്ക് നേരിട്ട് പോകാം. ചാത്തന്മാരെക്കുറിച്ച് പല മിത്തുകൾ ഉണ്ടെങ്കിലും അതിൽ പ്രധാനം ഇനി പറയാൻ പോകുന്ന ഐതിഹ്യമാണ്. ഒരിക്കൽ ശിവൻ വേട്ടക്കായി കാട്ടിലേക്ക് പോയി. അവിടെ വെച്ച് അതിസുന്ദരിയായ ഒരു ആദിവാസി സ്ത്രീയെ കണ്ട് ശിവൻ മോഹിച്ചു. ആ സ്ത്രീയുടെ പേര് കൂളിവാക എന്നായിരുന്നു. തന്റെ ആഗ്രഹം ശിവൻ കൂളിവാകയോട് പറഞ്ഞപ്പോൾ അവൾ ആകെ പേടിച്ചു പോയി. താൻ ദൈവമായി കാണുന്ന ശിവനെ ആ രീതിയിൽ അവൾക്ക് കാണാൻ കഴിയില്ലായിരുന്നു. അവൾ ആകെ ആശയക്കുഴപ്പത്തിലും പേടിയിലുമായി. എന്തു ചെയ്യണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. ഉടനെ പാർവതിയുടെ ഭക്തിയായിരുന്ന കൂളിവാക മനസ്സുരുകി പാർവതിയോട് പ്രാർത്ഥിച്ചു. അവൾക്ക് മുന്നിൽ പാർവതി പ്രത്യക്ഷപ്പെട്ടു. ശിവൻ തന്നിൽ മോഹിതനായതും തന്റെ വിഷമവും പേടിയും എല്ലാം അവൾ പാർവതിയോട് പറഞ്ഞു. അവളെ ആശ്വസിപ്പിച്ച പാർവതി പേടിക്കാതെ അവളോട് കുടിലിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ശേഷം പാർവതി കൂളിവാകയുടെ രൂപം പൂണ്ടു. എന്നിട്ട് ശിവന്റെ മുന്നിലേക്ക് ചെന്നു. അവർ വേഴ്ചയിൽ ഏർപ്പെട്ടു. അതിൽ 400 കുട്ടികൾ ജനിച്ചു. ആ കുട്ടികളെ പാർവതി കൂളിവാകയെ ഏൽപ്പിച്ചു. അതിൽ മൂത്ത കുട്ടിയാണ് കരിങ്കുട്ടിച്ചാത്തൻ, ഇളയവൻ കുട്ടിച്ചാത്തൻ. കാട്ടിൽ വളർന്ന ചാത്തന്മാർ മഹാവികൃതികളായിരുന്നു. അങ്ങനെ അവരുടെ 7ാം പിറന്നാൾ വന്നെത്തി. പിറന്നാളിന് അതിഥിയായി നാരദമുനിയും വന്നെത്തി. അവിടെ വെച്ച് നാരദമുനി അവരുടെ ശരിക്കുമുള്ള അച്ഛനും അമ്മയും ആരാണെന്ന് ചാത്തന്മാരോട് പറഞ്ഞു. അവരെ ഉടനെ പോയി കാണണമെന്നും നാരദമുനി ചാത്തന്മാരെ ചട്ടം കെട്ടി. അങ്ങനെ ചാത്തന്മാർ അച്ഛനെയും അമ്മയെയും കാണാൻ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. എന്നാൽ കവാടത്തിൽ വെച്ച് ശിവന്റെ വാഹനമായ നന്ദികേശൻ അവരെ തടഞ്ഞു. തുടർന്ന് ഇളയവനായ കുട്ടിച്ചാത്തൻ മായ കൊണ്ട് വിഷ്ണുവിന്റെ രൂപം പൂണ്ടു. എന്നിട്ട് അകത്തേക്ക് കയറി. അങ്ങനെയാണ് വിഷ്ണുമായ ചാത്തൻ എന്ന് അവന് പേര് വന്നത്. ചാത്തന്മാരെ കണ്ട ശിവന് സന്തോഷമായി. അവർക്ക് അവിടെ വെച്ച് സകല ആയോധന കലകളും ശിവൻ പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് ജനന്തരൻ എന്നൊരു ഭീകരനെ യുദ്ധത്തിന് വിളിക്കുകയും അവനെ ജയിക്കുകയും ചെയ്യുന്നുണ്ട് ചാത്തന്മാർ. തുടർന്ന് സ്വന്തം ഗോത്രത്തിലെത്തിയ 400 ചാത്തന്മാർ 390 പേരാകുന്നുണ്ട്. ചാത്തന്മാരുടെ വളർത്തമ്മയായ കൂളിവാകയെ സ്വന്തമാക്കാൻ വന്ന മൃഗാസുരൻ എന്ന അസുരനെ നേരിട്ടപ്പോഴാണ് 400 ചാത്തന്മാർ 300 ചാത്തന്മാരായത്. 10 പേർ അസുരൻ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രം വിഴുങ്ങി ആത്മഹൂതി ചെയ്യുകയും ബാക്കിയുള്ളവർ അസുരനെ കീഴ്പ്പെടുത്തുകയുമായിരുന്നു. ഇതാണ് ഏറ്റവും ചുരുക്കത്തിൽ ചാത്തന്റെ ഉത്ഭവ കഥ. ഇനി ആരാണ് മൈക്കിളിന്റെ ചേട്ടൻ ചാത്തൻ എന്ന് നോക്കാം. ആദ്യത്തെ കുട്ടിയായ കരിങ്കുട്ടി ചാത്തനാണ് മൈക്കിൾ പറയുന്ന മൂത്ത ചേട്ടൻ. തങ്ങളുടെ പിതാവാണ് ശിവൻ എന്നറിഞ്ഞ് കൈലാസത്തിൽ ശിവനെ കാണാനെത്തിയ ചാത്തന്മാർക്ക് ഭൂമുഖത്തുള്ള സകല ആയോധന കലകളും ശിവൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ജലന്ധരൻ എന്ന ഭീകരനെ തിരഞ്ഞ് ഭൂമി, സ്വർഗം, പാതാളം എന്നീ 3 ലോകവും ചാത്തന്മാർ കീഴടക്കുന്നുണ്ട്. ലോകയുടെ 1ാം ചാപ്റ്ററിൽ മനുഷ്യർക്കാർക്കും എത്താൻ കഴിയാത്ത ഒരു ഗുഹയിൽ നിന്നാണ് മൂത്ത ചാത്തന്റെ ഫോട്ടോ കിട്ടിയതെന്ന് വിജയ് മേനോന്റെ കഥാപാത്രം മൈക്കിളിനോട് പറയുന്നുണ്ട്. ഒരു പക്ഷേ അത് പാതാളമാകാം.
ടൈറ്റിലിൽ തല കീഴായി നൽകിയ നഗരത്തിന്റെ ചിത്രത്തിനും ഇതുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്നു. കുട്ടിച്ചാത്തൻ എന്ന് അറിയപ്പെടുന്ന വിഷ്ണുമായ ചാത്തൻ പൊതുവെ ശാന്തനും കുസൃതിക്കാരനുമാണ്. എന്നാൽ കരിങ്കുട്ടിച്ചാത്തൻ അങ്ങനെയല്ല. ഉഗ്രരൂപിയായ കരിങ്കുട്ടി നീണ്ട മുടിയും താടിയുമായി കണ്ണിൽ തീയുമായി നടക്കുന്നവനാണ്. നശിപ്പിച്ചു കളയുക എന്നതാണ് അവന്റെ ദൗത്യം. വിഷ്ണുമായ ചാത്തനായ കുട്ടിച്ചാത്തനെ പരസ്യമായി ഭക്തർ ആരാധിക്കുമ്പോൾ കരിങ്കുട്ടിയെ രഹസ്യമായി സേവിക്കുകയാണ് ചെയ്യുന്നത്. ചാത്തൻ സേവ എന്ന് പറയുന്നത് കരിങ്കുട്ടിയെ ഉപാസിക്കുന്നതിനാണ്. ഉപാസനയിൽ പിഴവ് വരുത്തിയാൽ അവരെ കഠിനമായി കരിങ്കുട്ടി ശിക്ഷിക്കുമെന്നാണ് വിശ്വാസം. ഒരർത്ഥത്തിൽ കുട്ടിച്ചാത്തൻ നന്മയെ പ്രതിനിധീകരിക്കുമ്പോൾ കരിങ്കുട്ടിച്ചാത്തൻ തിന്മയെ പ്രതിനിധീകരിക്കുന്നു. കുട്ടിച്ചാത്തന് സ്വാത്വിക ഭാവമാണ് മിത്തുകളിൽ നൽകിയിരിക്കുന്നത്. അതായത് ശാന്തത നിറഞ്ഞ കളിയും ചിരിയും കുസൃതിയുമുള്ള ബാലരൂപമായാണ് കുട്ടിച്ചാത്തനെ ഐതിഹ്യങ്ങൾ വിവരിക്കുന്നത്. മൈക്കിളിന്റെ സ്വഭാവത്തിൽ അത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ താമസഭാവമാണ് കരിങ്കുട്ടിക്ക് ഐതിഹ്യങ്ങൾ നൽകിയിരിക്കുന്നത്. അതായത് ഉഗ്രരൂപിയായ ഇരുണ്ട നിറമുള്ള രൂപം, വലിയ തീക്ഷ്ണമായ കണ്ണുകളും വളർന്നു പന്തലിച്ച മീശയും താടിയുമുള്ള രൂപം. വിജയ് മേനോൻ മൈക്കിളിനെ കാണിക്കുന്ന ഫോട്ടോയിലുള്ള ചാത്തന്റെ രൂപം ഏകദേശം ഇതുപോലെയാണ്. രക്ഷയും മായയുമാണ് കുട്ടിച്ചാത്തന്റെ മുഖമുദ്ര. മായ എന്ന് വെച്ചാൽ മാജിക്. മൈക്കിൾ എന്തുകൊണ്ടാണ് മജീഷ്യനായതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? എന്നാൽ ശിക്ഷയും ശത്രു സംഹാരവുമാണ് കരിങ്കുട്ടിച്ചാത്തന്റെ മുഖമുദ്ര. ഏൽപ്പിച്ച പണി പൂർത്തിയാക്കാൻ ഏതറ്റം വരെ പോകാനും മടിയില്ലാത്തവനാണ് കരിങ്കുട്ടി. തിന്മയുടെ പ്രതീകമായ ഒരുത്തനാണ് തലകീഴായി വരുന്ന കരിങ്കുട്ടി. ഈ കരിങ്കുട്ടിയെ പിടിക്കാനാണ് ആദ്യ ചാപ്റ്ററിൽ കത്തനാർ നീലിയുടെ സഹായം തേടുന്നത്. കരിങ്കുട്ടി പൊതുവെ സ്വയം ഒന്നിനും ഇറങ്ങി പുറപ്പെടില്ലെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അവനെ ഉപാസിക്കുന്നവന്റെ ആജ്ഞക്കനുസരിച്ചാണ് അവൻ പ്രവർത്തിക്കുക. അതായത് ഒരുപക്ഷെ കരിങ്കുട്ടി എന്ന മൈക്കിളിന്റെ ചേട്ടൻ ചാത്തൻ ഇഷ്താറിന്റെ അടിമയായിരിക്കും. അവരുടെ ആജ്ഞക്കനുസരിച്ചായിരിക്കും കരിങ്കുട്ടി മൈക്കിളിനെയും മൂത്തോനെയും തിരഞ്ഞെത്തുന്നത്. എന്തായാലും അവൻ മൈക്കിളിനേക്കാൾ ശക്തിയുള്ളവനായിരിക്കും. ഉഗ്രരൂപിയായ കരിങ്കുട്ടി നിഗ്രഹശക്തിയാണ്. തൊടുത്തുവിട്ടാൽ സകലതും ചാമ്പലാക്കുന്ന ബ്രഹ്മാസ്ത്രമാണ് കരിങ്കുട്ടി. എന്തായാലും അടുത്ത ചാപ്റ്ററിനായി കട്ട വെയിറ്റിംഗ് ആണ്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും കരിങ്കുട്ടി ചാത്തനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവെക്കുക. ഇത്തരം വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.